നമ്മളിപ്പോൾ പോണത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം ഗൈസ്. അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നല്ല അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. ഹായ്, ബിലേറ്റഡ് മാട്ടുപൊങ്കൽ. പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ ശരിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ലോസ് ആയിരുന്നു. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിന്റെ തുടക്കം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇതിന്റെ ഡെസ്റ്റിനേഷൻ വരുന്നത് കോത്തഗിരിയിലോട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ പോകുന്നത് കോത്തഗിരിയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, Many hours later. The next day. സോ ഗൈസ്, നമ്മൾ അങ്ങനെ കുളിച്ച് റെഡിയായി ഫ്രഷപ്പ് ഒക്കെ ആയി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മള് കോത്തഗിരിയിൽ വ്യൂ പോയിന്റ് കാണാൻ പോവാണ് ഗൈസ്. എവിടെയാ പൊളിയല്ലേ, ഒന്നും പറയില്ല. വിഷയം എന്ന് പറഞ്ഞ വിഷയമാണ്. ഞാൻ കൊടൈക്കനാല് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കോട ഉണ്ടെന്നേ ഉള്ളൂ, ഇത്രക്ക് തണുപ്പില്ല. ഇവിടെ വെയിലുണ്ട്, പക്ഷെ അടാറ് തണുപ്പ്. ഇപ്പൊ ഞാൻ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എന്ത് തണുപ്പാന്ന് പറയും, തണുത്ത് വിറക്കി വാങ്ങ്. സോ അടിപൊളിയാണ്. ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഞാൻ എങ്ങാനും ഇവര് തന്നെ ഈ ട്രിപ്പിനായിട്ട് വിളിച്ചപ്പോണ്ടല്ലോ, ഞാൻ വരില്ല എന്ന് പറഞ്ഞാണ് കണ്ടല്ലോ ഗൈസ്. ശരിക്കും എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ലോസ് ആയിരുന്നു. കാരണം അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഞാൻ ബൈക്ക് ഓടിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ചുറ്റിലും പറഞ്ഞാൽ മല എന്ന് പറഞ്ഞാൽ ഫുള്ള് മലയാണ് ഗൈസ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല, വിഷയം വ്യൂ ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്, ഒന്നും പറയില്ല. കോത്തഗിരി എന്ന് പറഞ്ഞാൽ അത് എന്റെ ലൈഫിൽ ഇപ്പൊ ഇനി ഒരു നല്ലൊരു ഓർമ്മയായിട്ട്, മെമ്മറി ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്ന ഗൈസ്. അത്രയ്ക്ക് അടിപൊളി ആയിട്ടുണ്ട് വിഷയം ഗൈസ്, ഒന്നും പറയില്ല. ഐ ലവ് ദിസ് വിഷയം. ആരാന്നൊന്നും അറിഞ്ഞൂടാ. ഇത് കാപ്പിച്ചെടിയാണോ? ഇത് കാപ്പിത്തോട്ടമാണ് ഗൈസ്. ഓ, ഇവിടെ ഇപ്പുറത്തെ സൈഡ് തേയില, ഇപ്പുറത്തെ സൈഡ് കാപ്പിക്കുരു. ഒന്നും പറയാനില്ല, വിഷയമാണ് ഗൈസ്. നല്ല അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വണ്ടികൾ പോയതിന്റെ ട്രാക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാനില്ല. വണ്ടി പോട്ടെ, ആൾക്കാര് നടന്ന കാൽപ്പാട് പോലും കാണാനില്ല ഗൈസ്. അമ്മാതിരി സ്ഥലത്ത് കൂടെയാണ് ഞങ്ങൾ ഓഫ് റോഡിന് പോകുന്നത്. വിഷയം എന്ന് പറഞ്ഞാൽ വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം, ഞാൻ കാണിച്ചു തരാം. അടിപൊളിയല്ലേ ബ്രോ? കൂട്ടിട്ട് വന്നത് നിങ്ങൾ തന്നെ രാജു ബ്രോ? ഓ സീരിയസ്ലി? ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഞങ്ങള് ഒരു വ്യൂ കണ്ടായിരുന്നു. ഒന്നും പറയണ്ട, വിഷയമാണ്. കണ്ട വെള്ളം, ഇത് ആ മലകളുടെ മുകളിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വെള്ളം. വിഷയല്ലേ? ആ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. ആ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കാനാണ് അടിപൊളി. അങ്ങോട്ടൊക്കെ നല്ല വ്യൂസ് ഉണ്ട് ഗൈസ്, ഒന്നും പറയാനില്ല. കോത്തഗിരി വിഷയം വ്യൂസ് ആണ്. காவிரியாரும் கை குத்தல்லாரி
பச்சரிசியும் மறந்து போகுமா தாவணி பெண்களும் தொழுவிடும் கண்களும் தொலைந்து போகுமா நம்ம களத்து மேடு கம்மக்கர கரிசக்காடு ഫോറിൻ കാറിന് ഗൈസ് അങ്ങനെ ഞങ്ങള് വീണ്ടും അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോകുന്ന ഒരു പ്രൈവറ്റ് റോഡാണ്. പ്രൈവറ്റ് റോഡ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിന്റെ അകത്ത് റോഡ് ഉണ്ടാവില്ലേ, അതിന്റെ അകത്ത് കൂടെ കിടു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. വാവ് ഗൈസ്, ഇവിടെ ഒരു ഇടിഞ്ഞു പോയ സ്ഥലമാണ് മണ്ണിടിച്ചൽ. സോ ഹേ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് എന്നെ അറിയാലോ, ഇതാരാന്നറിയോ? ദ വണ്ടർലെസ്. ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ലൈഫ് ഓഫ് രാജു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ വന്നത്. സോ ഇവരുടെ വീട്ടിലേക്ക് വരുന്നതാണ് ഞാൻ വ്ളോഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. സോ ഇങ്ങോട്ടാണ് ഞാൻ വന്നത് പുള്ളിനെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടുന്ന് ഇവിടെ വരെ വന്നത്. സോ പുള്ളി ഇവിടുത്തെ സ്ഥലങ്ങൾ, കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുമായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഇതുപോലെ വെള്ളച്ചാട്ടവും ഇങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് നോക്കിയാൽ വെള്ളച്ചാട്ടം ഫുള്ളായിട്ട് കാണാം. നല്ല രസമുണ്ട്, ഒന്നും പറയാനില്ല. സോ അങ്ങനെ നമ്മൾ ഈവനിങ് ടൈമിലേക്ക് വന്ന സമയത്ത് വെറുതെ അപ്പുറത്ത് കുറെ പേരുണ്ട്, അവരെല്ലാവരും വെറുതെ ഫോട്ടോ എടുത്ത സമയങ്ങളിൽ വന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാനും ബ്രോയും വന്നിട്ട് ഇതുപോലെ ഒരു സംഭവം ചെയ്തു. ഒന്നും പറയാനില്ല, ലൈഫിൽ ഇത്രയും നല്ലൊരു മെമ്മറി ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതും നമ്മുടെ രാജു ബ്രോന്റെ കൂടെ. സീരിയസ്ലി പറയണ, ലൈഫിലെ ഏറ്റവും നല്ലൊരു മെമ്മറി ആയിട്ട് ഇത് ലൈഫ് ലോങ് ഉണ്ടാവും. അതും ഇതുപോലെ ഇതൊരിക്കലും മറക്കത്തേ ഇല്ല. ഇതുപോലെ കല്ലൊക്കെ അടുക്കി വെച്ച് ഇതേപോലെ തന്നെ ഞാൻ ചെയ്തതുപോലെ തന്നെ ബ്രോഹി വരണം ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് നോക്കിയാൽ കാണാം, ഇത് അതിനേക്കാളും അടിയായിട്ടുണ്ട്. പൊള്ളിയാണ് കേട്ടക്കാമി. இப்போ ப்ரோக்கு எந்த பரையனுள்ளது ചോദിക്കുക. ஆக்சுவலா என்னன்னா இந்த மாதிரி நான் இது வரைக்கும் பண்ணதே இல்லை. நிறைய பேருக்கு போவேன், சும்மா வருவேன். எஸ்டர்டே ப்ரோ நான் கூட்டிட்டு வந்திருந்த ஒரு பேருக்கு அங்கேயும் போய் டிஃப்ரெண்டா ஏதோ ஒன்று பண்ணிட்டு இருந்தாரு. பட் இதை பார்த்து நானும் இன்ஸ்பயர் ஆயிருக்கேன், நம்மளும் ட்ரை பண்ணி பார்க்கலாம் அப்படின்னு. பட் இதை பண்றது சாதாரண விஷயம் கிடையாது, பொறுமைங்கிறது ரொம்ப ரொம்ப வேணும். அதை வச்சுதான் அதை நான் ட்ரை பண்ணேன். ஆக்சுவலா வந்துருச்சு, ப்ரோக்கு தான் டாக்ஸ் பண்ணேன். பட் இதை பார்க்கும்போது என்னன்னா, லைஃப்ல நம்ம எவ்வளவு விஷயம் பண்ணியிருப்போம், பட் இது பண்ணி முடிக்கும் போது ஒரு மன நிம்மதினு ஒண்ணு கிடைக்கும். ப்ரோ கிட்ட இருந்து இது இன்னைக்கு நான் கத்துக்கிட்டேன். டிராவல் பண்ணும்போது சில விஷயம் என்கிட்ட இருந்து அவர் ஒன்று கத்துக்கிட்டாரு, பட் ப்ரோ கிட்ட இருந்து இதை நான் கத்துக்கிட்டேன். தேங்க்யூ ப்ரோ. സ്ഥലം കണ്ട ഒരു രക്ഷയില്ല, കിട്ടു. இங்கயா? ஏன் காதல பேப்பர் വ്യൂ എന്ന് പറഞ്ഞാൽ വിഷയം. രാവിലെയും വൈകുന്നേരം ഏത് നേരം ഈ വ്യൂ ആണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വീട് എന്ന് പറഞ്ഞാൽ ഈ എസ്റ്റേറ്റ് നോക്കുന്ന, ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് അങ്ങനെ താമസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ വ്യൂ അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയില്ല. വിഷയം അവിടെ ഒരു സൺസെറ്റ് കണ്ടായിരുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം സൺസെറ്റ് ആയിരുന്നു, അത്ര അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ പോണത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം ഗൈസ്. അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങളിപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ചേട്ടൻ, നമ്മുടെ സ്വന്തം ചേട്ടനാണ്. അപ്പോൾ പുള്ളിയാണ് ഞങ്ങളെ കൂട്ടിയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ വേറെ ആൾക്കാർ വരാനായിട്ട്, ഫോറസ്റ്റിൽ ഗാർഡ്സൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിർത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ടൊരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തരാവേ.
കിടുവാണ്. ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് എല്ലാവർക്കും വരാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ നോക്കി എന്ത് അടിപൊളിയാണെന്നറിയോ, വിഷയമല്ലേ. ഇത് അവിടെ ചേട്ടന്മാരും ബാക്കിയുള്ളവരൊക്കെ അത് അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മുടെ രാജു ബ്രോ, ആ ഡാൻസ് കളിക്കുന്നില്ലേ, അതാണ് നമ്മുടെ രാജു ബ്രോ. തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ രാഹുൽ ബ്രോ. ഇങ്ങനെയൊക്കെയാണ്. ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട്, ഒന്നും പറയാനില്ല. വിഷയം എന്ന് പറഞ്ഞാൽ കിടുവാണ്. പക്ഷെ എല്ലാവർക്കും ഇങ്ങോട്ട് വരാനും പറ്റില്ല, അതാണ് മെയിൻ പ്രശ്നം. ടൂറിസ്റ്റ് പ്ലേസ് അല്ല, എല്ലാവർക്കും വരാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ, നമ്മൾ ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ വന്ന് ആസ്വദിക്കണം. പക്ഷെ എല്ലാവർക്കും വരാൻ പറ്റില്ല ഇങ്ങോട്ട്. എന്ന് വെച്ചാൽ ഫോറസ്റ്റിൽ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥൻ അങ്ങനത്തെ എല്ലാം ആണെങ്കിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ചേട്ടനുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റും. സോ ഒന്നും പറയാനില്ല, നല്ല വിഷയമാണ്. ഈ മരങ്ങൾ തന്നെ കണ്ടില്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ അവിടെ ഫോറസ്റ്റ് വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ഫുള്ള് നമ്മൾ കണ്ടിട്ട് ഇനി നേരെ ഉൾക്കാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി നേരെ കാട്ടിലോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇവിടെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു സാധനം കണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? എന്ത് ചെടിയാണെന്ന് മനസ്സിലായോ? ഇത് കണ്ടോ, നമ്മളൊക്കെ കാപ്പി കുടിക്കില്ലേ, അതിൻ്റെ കാപ്പിക്കുരാണ് ഗൈസ് ഇത്. ഇതൊക്കെ ഉടച്ച് എന്നിട്ട് ഉണക്കി പൊടിയാക്കുന്നതാണ് കാപ്പിപ്പൊടി. അടിപൊളിയല്ലേ? ഇവിടെ കുറേ ഉണ്ട് ഗൈസ്, അങ്ങനെ നിറയെ ഉണ്ട് ഇവിടെയൊക്കെ, ഫുള്ള് ഇതൊക്കെയാണ് കണ്ടോ. അതിൽ ഒരെണ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്, കിടുവാണ്. മുല്ലപ്പൂല, കാപ്പിപ്പൂവിൻ്റെ കാപ്പിച്ചെടീൻ്റെ പൂ, കാപ്പിച്ചെടിയുടെ പൂ. അതിൽ ഒരെണ്ണം ഞാൻ പറിച്ചെടുത്തു ഗൈസ്, കട്ടെടുത്തിട്ടുണ്ട് ഞാൻ കട്ട. ഓക്കെ, ഇനി നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അപ്പോൾ ആൾക്കാരൊക്കെ എത്തി പോകുന്ന പറഞ്ഞു, പോവാം ഗൈസ്. കമോൺ. നടന്നിട്ടല്ല, വണ്ടി അവിടെ ഉണ്ട്, നമ്മൾ ജീപ്പിലായിരിക്കും പോകുന്നത്. ഓക്കെ, ട്രക്കിങ് വരുവാണെങ്കിൽ ഇങ്ങോട്ട് വരാമെന്ന്. പക്ഷെ വ്യൂ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ ട്രക്കിംഗ് ഷെഡ്, ട്രക്കിംഗ് വരുന്നവർക്കുള്ള ഷെഡ്. അടിപൊളിയാണ്. കുറേ ദിവസം ഉണ്ടല്ലോ. എർത്തടിക്കുമോ? തൊടല്ലേ, എർത്തങ്ങനെ അടിച്ചാൽ. கூட்டைத்தான் தாண்டா விட்டால் வண்ணத்து பூச்சி இல்லை, வீட்டை நீ தாண்டா விட்டால் வானமே இல்லை. வானமில்லை போலே இளமையடா, தினம் புதுமையடா. A few moments later. ഗൈസ്, നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോണ്. ഈ അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് വട്ടനിരുന്ന് ഫുഡ് കഴിക്കാൻ പോണ്. അല്ല, യെസ്, ചിക്കൻ കറിയും ചോറും. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോണ് ഗൈസ്. കണ്ട അടിപൊളിയല്ലേ? പക്ഷെ അവരെ കാണാനില്ല. போடா மெதுவா போ, மெதுவா. நான் சொல்லாம அப்படியே மெதுவா ஸ்லோ பண்ணுவேன். அப்படியே இரு. ஹாய், பிலேட்டட் மாட்டு பொங்கல். தேங்க் யூ சொல்லு. The next day. ഞങ്ങൾ തിരിച്ച് കോയമ്പത്തൂരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡാണ്. അതിന്റെ നടുക്ക് അടിപൊളി കാഴ്ച ഉണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടം കഴിച്ച് ഒന്നും പറയണ്ടേ, വിഷയം വെള്ളച്ചാട്ടമാണ്. ഇവിടെ അപ്പുറത്തോട്ട് അവിടെ നിന്ന് അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വിഷയമാണ് കഴിച്ച്. നമ്മുടെ ബാസ്കറ്റ് ഏതാ നാട് എന്താ കാര്യം എന്നൊന്നും അറിഞ്ഞൂടാ. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. എവിടെ എത്തുമെന്നൊന്നും അറിയില്ല. എന്റെ കയറ്റം എയർപോർട്ട് ഭാഗവും
അടിപൊളി ഓഫ് റോഡാണ്. ആരൊക്കെ വീഴും എന്തൊക്കെ സംഭവിക്കുന്നു ഒരു പിടിയില്ലാണ്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക് എവിടെയൊക്കെ എത്തും, എന്തൊക്കെ ആവും കാര്യങ്ങളെന്ന്. ഞാനാണെങ്കിൽ ഇതുപോലെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയും ഇതുപോലെ കയറ്റം ഓഫ് റോഡൊന്നും ഇതുവരെ ഞാൻ റൈഡ് ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കണ്ടു നോക്കാം. ഞാൻ എന്തായാലും അവരിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്ന പൊക്കോണ്ടിരിക്കുന്നത്. കാരണം പെട്ടെന്ന് അവരെ പോലെ കൺട്രോൾ ചെയ്യാനോ വളയ്ക്കാനോ എടുക്കാനോ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനായിരിക്കും. പക്ഷെ ഐഡിയ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് കഴിച്ചത്. என்ன ரன்னிங்ல போறாங்கய்யா, ஒருத்தனை ஓவர்டேக் பண்ணிக்கிட்டு இருக்கியா. ஒவ்வொன்னு ஒருத்தன் எதுவுமே சாப்பிடாம வேர்த்து விறுவிறுத்து போய் உட்கார்ந்துருக்கானுங்கிற சிந்தனை எவனுக்காச்சும் இருக்கா? இதுல ஆரன் வேறையாடா. നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുള്ളൂ. അങ്ങനെ നമ്മള് ഇപ്പൊ വന്നതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് എസ്റ്റേറ്റിന്റെ അവർക്ക് വേണ്ടിയിട്ടായിട്ടുള്ള റോട്ടിലൂടെയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് കോത്തഗിരി കയറുന്ന സമയത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. സോ നമ്മൾ ആ ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തി. ഞങ്ങൾ ആ ചെക്ക് പോസ്റ്റിനെ കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ഞങ്ങള് മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നല്ല നൈസ് ആയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പൊ നമ്മള് കോത്തഗിരി മല ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. സോ നമ്മള് നേരത്തെ ഫുള്ള് ഓഫ് റോഡ് ഫുള്ള് കറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നമ്മള് മെയിൻ റോഡിന്റെ കൂടെ നമ്മളെ കോത്തഗിരി താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കണമെങ്കിൽ ഫുള്ള് ഹെയർ പിൻ വളവും ഭയങ്കര സീനാണ്. അതിലൂടെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇവിടെ കാണാനായിട്ട് കാഴ്ചകളൊക്കെ ഒന്നും പറയാൻ വിഷയമായിട്ടുണ്ട്. കാരണം നിങ്ങൾ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം.